ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ ദുർഗതിക്ക് ഏറ്റവും വലിയ കാരണക്കാർ ഇന്ത്യയിലെ ഗോദി മീഡിയയാണ്. സാധാരണയായി മീഡിയകളാണ് ഭരിക്കുന്നവരുടെ കഴിവില്ലായ്മയും അഴിമതിയും അന്വേഷണങ്ങളിലൂടെ പുറത്തു കൊണ്ടുവരുന്നത്. എന്നാൽ മോദി ഭരണത്തിൽ എത്തിയതോടുകൂടി മീഡിയകളെയെല്ലാം കൈപ്പിടിയിൽ ഒതുക്കി അവരെ ഭരിക്കുന്നവരോട് ചോദ്യം ചോദിക്കുന്നവർ എന്നുള്ള നിലയിൽ നിന്ന് മോദിയുടെ വെറും ചട്ടുകങ്ങളാക്കി മാറ്റുകയാണ് ചെയ്തത്. ഇന്ത്യയിലെ ദേശീയ മീഡിയകൾ എന്ന് പറയുന്ന ഗോദി മീഡിയകളുടെ നാണംകെട്ട പ്രവൃത്തികൾ ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളും നിരൂപകരും തുറന്നു കാണിച്ചിട്ടുള്ള കാര്യമാണ്. രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തുന്ന വോട്ടർ റൈറ്റ്സ് യാത്രയ്ക്ക് കിട്ടുന്ന ജനപിന്തുണ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ ഇന്ത്യയിലെ ഗോദി മീഡിയകളെല്ലാം ശപഥം ചെയ്തിരിക്കുകയാണ് രാഹുലിന്റെ ഈ യാത്രയുടെ ദൃശ്യങ്ങളൊന്നും കാണിക്കുകയില്ല എന്നും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയില്ല എന്നും. അങ്ങനെയുള്ള ഗോദി മീഡിയയ്ക്ക് കണക്കിനുള്ള മറുപടിയാണ് രാഹുൽ ഗാന്ധി തന്റെ വോട്ടർ റൈറ്റ്സ് യാത്രക്കിടയിൽ നൽകിയത്. ഇത് ശരിക്കുമൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് എന്ന് പറയാതെ വയ്യ. പിന്നെ ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്യാൻ മറക്കല്ലേ. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ബീഹാറിലൂടെയുള്ള വോട്ടർ റൈറ്റ്സ് യാത്ര. ഓഗസ്റ്റ് 30 ഇന്നലെ ഈ യാത്ര അവസാനിച്ചിരിക്കുകയാണ്. ജനപങ്കാളിത്തം കൊണ്ട് ഏവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ഈ വലിയ ജനകീയ മുന്നേറ്റം. പക്ഷേ മോദിയുടെ ബിസ്ക്കറ്റ് തിന്നുന്ന ഗോദി മീഡിയകളൊന്നും കാര്യമായി ഇത് കവർ ചെയ്യുകയോ കാണിക്കുകയോ ചെയ്തില്ല. പ്രധാനമായും രാഹുലിന്റെ യാത്രയുടെ വിവരങ്ങൾ ജനങ്ങൾ അറിയുന്നത് നമ്മുടേതുപോലുള്ള യൂട്യൂബ് ചാനലുകളിലൂടെ മാത്രമാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ യാത്രയെ മുക്കിക്കളയാമെന്ന് തീരുമാനിച്ച ഗോദി മീഡിയകൾക്ക് കൃത്യമായ ചികിത്സയാണ് രാഹുൽ ഗാന്ധി ഇന്നലെ ഈ യാത്രക്കിടെ നൽകിയത്. ഇന്ത്യയിലെ നമ്പർ 1 ഗോദി മീഡിയ ANI എന്ന് പറയുന്ന മീഡിയയാണ്. സ്മിത പ്രകാശ് എന്ന ഒരു പൈസയുടെ നാണവും മാനവും അന്തസ്സും ഇല്ലാത്ത ഒരു സ്ത്രീയാണ് ഇതിന്റെ ഉടമ. രാഹുലിനെതിരെയും കോൺഗ്രസിനെതിരെയും നിരന്തരം ഫേക്ക് ന്യൂസുകളും അധിക്ഷേപങ്ങളും ചൊരിയുക മാത്രമാണ് ഇവരുടെ ദിനം പ്രതിയുള്ള പ്രവർത്തനങ്ങൾ. അവരുടെ ഒരു ലേഖകൻ തന്റെ മൈക്കുമായി രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്ക് വന്നപ്പോൾ ഉണ്ടായ സംഭവമാണ് സോഷ്യൽ മീഡിയയിലെല്ലാം വൈറൽ ആകുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം കാണാം. രാഹുൽ ഗാന്ധിയോട് എന്തോ ചോദ്യം ചോദിച്ച് മൈക്കുമായി അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വരികയാണ് ANI എന്ന ഗോദി മീഡിയയുടെ ലേഖകൻ. അദ്ദേഹം ആ മൈക്ക് കയ്യിൽ വാങ്ങിയിട്ട് അവരുടെ ആ മൈക്കിലൂടെ തന്നെ വോട്ട് ചോർ ഗദ്ദി ചോർ എന്ന് വിളിച്ചു പറയുകയാണ്. അതായത് വോട്ടുകള്ളൻ മോദി കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകൂ എന്ന്. ഒരു പ്രാവശ്യമല്ല 3 പ്രാവശ്യമാണ് ഈ നാണംകെട്ട മോദിയുടെ ബിസ്ക്കറ്റ് മാത്രം നിന്ന് ജീവിക്കുന്ന ഗോദി മീഡിയയുടെ മൈക്കിലൂടെ രാഹുൽ ഗാന്ധി ഇത് വിളിച്ചു പറയുന്നത്. രാഹുൽ ഇങ്ങനെ ചെയ്തത് കണ്ട് മൈക്കുമായി ഓടി ഒളിക്കുകയാണ് ഇവർ ചെയ്തത്. ഈ ANI എന്ന് പറയുന്ന നാണംകെട്ട മീഡിയ രാഹുൽ ഗാന്ധിയുടെ പരിപാടിക്ക് യാതൊരു കവറേജും ഇതുവരെ നൽകാൻ തയ്യാറായിട്ടില്ല. അങ്ങനെയുള്ള ഇവർക്ക് ഇവരുടെ മുഖമടച്ചുള്ള മറുപടിയാണ് രാഹുൽ ഗാന്ധി നൽകിയത് എന്ന് പറയാതെ വയ്യ. നിങ്ങളിൽ ചിലരെങ്കിലും മുൻപ് കണ്ടു കാണും. ജമ്മു കാശ്മീർ അസംബ്ലി ഇലക്ഷൻ പ്രചാരണ സമയത്ത് ഇതേ ഗോദി മീഡിയയുടെ മൈക്കുമായി PDP നേതാവ് മെഹബൂബ മുഫ്തിയുടെ മകൾ ഇൽത്തിജ മുഫ്തിയുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ സംഭവിച്ചത്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഇത് ഒന്നുകൂടി കണ്ടുകൊള്ളൂ. അവരുടെ കയ്യിലേക്ക് ANI അവരുടെ മൈക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞത് ANIയുടെ മൈക്ക് പിടിക്കുന്നത് എനിക്ക് നല്ലതായി തോന്നുന്നില്ല, ഗോദി മീഡിയ അനുവദനീയമല്ല എന്നാണ്. അത് കേട്ട് ചുറ്റുമുള്ളവർ കൈയടിക്കുകയും ഈ നാണംകെട്ട ഷൂനക്കി മീഡിയകളെ കണക്കിന് കളിയാക്കുകയുമാണ് ചെയ്തത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോദി മീഡിയ ആങ്കർമാരാണ് ഈ ചിത്രത്തിൽ കാണുന്നവർ. ഈ ചിത്രത്തിൽ ഉൾപ്പെടാത്ത ചിലരുമുണ്ട്. ഈ രണ്ടാമത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന 16 പേരാണ് വിവിധ മാധ്യമങ്ങളിൽ മോദിക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന പ്രധാനപ്പെട്ട നട്ടലില്ലാത്ത മോദിയുടെ ബിസ്ക്കറ്റ് തിന്നു മാത്രം ജീവിക്കുന്ന വാലാട്ടിപ്പട്ടികൾ. വിവേകമുള്ള ഒരാളും ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു ആങ്കറുടെയും ഒരു പരിപാടികൾ പോലും ഒരിക്കലും കാണരുത്. മോദിക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുക മാത്രമല്ല ഇവർ ചെയ്യുന്നത്, മറിച്ച് സമൂഹത്തിൽ വിദ്വേഷത്തിന്റെ വിഷവിത്ത് വാരി വിതറുകയും ഇവരുടെ പ്രധാന വിനോദങ്ങളിൽ ഒന്നാണ്.
ഏതായാലും ഒന്നാം നമ്പർ ഗോദി മീഡിയ ആയ ANIക്ക് അവർക്ക് യോജിച്ച രീതിയിൽ കൃത്യമായ മറുപടി നൽകിയ രാഹുൽ ഗാന്ധിയെ അഭിനന്ദിക്കാതെ തരമില്ല. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്?